നന്മയും ആ നന്മയുടെ അനന്തരഫലം സമൂഹത്തിനും സമുദായത്തിനും ഗുണപരമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു നല്ല ശൈലി സ്വീകരിക്കുന്നു എന്നതാണ്. ആ ശൈലി സ്വീകരിക്കുക എന്നതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്ത എല്ലാ സേവനങ്ങളുടെയും കാതൽ. ഇവിടെ സൂചിപ്പിച്ചു, ഇവിടുത്തെ ദീനീ പ്രവർത്തന രംഗത്ത്, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത്, അതോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം സാധ്യമാക്കിയെടുക്കുന്നതിന് ഒരു സമൂഹത്തെ ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് നയിക്കുന്നതിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർ വഹിച്ച പങ്കിനെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയ ഒരു പ്രസ്ഥാനത്തിന്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിനുള്ള എല്ലാ സന്തോഷവും പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, മുസ്ലിം കേരളത്തിൻ്റെ മത ചരിത്ര പാരമ്പര്യത്തിൽ അവസാനിപ്പിച്ചവരിൽ നിന്നാണ് ഞാൻ ചില കാര്യങ്ങൾ ആരംഭിക്കുന്നത്. മറ്റൊന്നുമല്ല, മതരംഗം കൂടുതൽ സജീവമാകുന്നുണ്ട് എങ്കിൽ പോലും പൊതുവെ മതം മനുഷ്യരിപ്പോൾ ഇടപെടുന്നത് മരണ സമയത്തും ജനന സമയത്തും വിവാഹ സമയത്തുമാണ്. ജീവിതത്തിൽ ഒരിക്കലും മതാനുഷ്ഠാനങ്ങൾ കൊണ്ട് നടക്കാത്ത, സാമൂഹ്യ രംഗത്ത് ഗർജനമായിരുന്ന വ്യക്തി മരിച്ചപ്പോൾ ഹൈന്ദവ ആചാരപ്രകാരമാണ് ശവദാഹ കർമ്മം നടത്തിയത്. വിപ്ലവത്തിനു വേണ്ടി ജീവിതം നീങ്ങിവെച്ച നേതാവ് മരിച്ചപ്പോഴും അന്ത്യകൂദാശ നടത്തിയ അച്ഛനെ നികൃഷ്ടജീവി എന്ന് പരിഭാഷപ്പെടുത്തിയ ചരിത്രം നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. മതം ആളുകൾക്ക് ഇന്ന് ഏറെക്കുറെ ചടങ്ങുകളിൽ ഒതുങ്ങുകയാണ്. ഹജ്ജിന് അപേക്ഷ കൊടുത്തിട്ട് കിട്ടാത്ത നിരാശരായ ആയിരങ്ങളുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ മതങ്ങളിലും തീർത്ഥയാത്രകൾക്ക് ആളുകളുടെ വർദ്ധിച്ച തോതിലുള്ള പുരോഗതിയുണ്ട്. പക്ഷേ മതം ആചരിച്ച് അതിൻ്റെ അനുഷ്ഠാനങ്ങളിലൂടെ അതിൻ്റെ കാമ്പ് ഉൾക്കൊണ്ട് മതം ഉദ്ഘോഷിക്കുന്ന, സംസ്കാരം അനുഷ്ഠിച്ച് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വന്ന വലിയൊരു മാറ്റമുണ്ട്. നമ്മൾക്ക് പറയാൻ ഇഷ്ടമില്ലെങ്കിലും കേൾക്കാൻ താല്പര്യമില്ലെങ്കിലും മുസ്ലിം കേരളത്തിൻ്റെ, പ്രത്യേകിച്ചും മലബാറിലെ മുസ്ലിം ചരിത്രം, ആ ഭൂതകാലം പണ്ട് ചെമ്മൺ പാതകളിലൂടെ, കാളവണ്ടികളിലൂടെ മഞ്ചലേറ്റി രോഗികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്ന, പാടത്തും പറമ്പിലും പണിക്ക് വിളിച്ചില്ല എങ്കിൽ ദേഷ്യം പിടിച്ചിരുന്ന, കൊയ്യാനും അതുപോലെ പടവിലുമൊക്കെ പണിക്കാരെ ക്ഷണിച്ചില്ല എങ്കിൽ ദേഷ്യം പിടിച്ചിരുന്നൊക്കെ ഒരു പഴയ കാലമുണ്ടായിരുന്നു നമുക്ക്. ഇന്ന് മുസ്ലിം കേരളത്തിന്റെ അവസ്ഥ മാറി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു കാറ് എടുക്കാനല്ല മത്സരം, കാറിന് ഫാൻസി നമ്പർ കിട്ടാനാണ് മത്സരം.
എങ്ങനെയെങ്കിലും ഒരു കാറ് സ്വായത്തമാക്കുക എന്നല്ല നമ്മുടെ അജണ്ട. അജണ്ട എന്താണ്? ലേലം വിളിച്ചിട്ടോ വലിയ സംഖ്യ കെട്ടിവെച്ചിട്ടോ, കാരണം ഉദ്ദിഷ്ട നമ്പർ, കേൾക്കാൻ സുഖമുള്ള നമ്പർ ആരും നോക്കിപ്പോകുന്ന ഒരു നമ്പർ കിട്ടുക എന്നുള്ളിടത്താണ് ഇപ്പോൾ മത്സരമുള്ളത്. നാട്ടിലെ ഏറ്റവും ഉയർന്ന വീട്, ഏറ്റവും ഭംഗിയുള്ള മോടിയുള്ള ഓരോന്നും ചോദിച്ചാൽ ആരുടേതാണെന്ന് ചോദിച്ചാൽ ഉത്തരം മറ്റൊന്നാവാൻ വഴിയില്ല. ഭൗതിക രംഗത്ത് അതിനു മാത്രമുള്ള മാറ്റങ്ങൾ, എണ്ണപ്പണവും ജീവിത സാഹചര്യങ്ങളും വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞപ്പോൾ അതിനനുസൃതമായി മതബോധം രൂപപ്പെടുത്താൻ സാധ്യമാകാതെ പോയപ്പോൾ മതം ഒരു ചടങ്ങുകളിൽ ഒതുങ്ങിത്തീരുന്ന പ്രതിഭാസം നമ്മൾ കാണുന്നു. സാധാരണ തമാശ പറയാറുണ്ട്, വീട്ടിൽ കലഹിക്കുന്ന ഭാര്യയും ഭർത്താവും, ഇടക്കിടക്ക് ശണ്ട കൂടുകയും വക്കാണമുണ്ടാക്കുകയും ചെയ്യുന്ന ഭാര്യയും ഭർത്താവും. ഒരു ദിവസം ഭർത്താവിന്റെ കീശയിൽ നിന്ന് ചാടിയപ്പോ ഭാര്യയുടെ ഒരു ഫോട്ടോ. അപ്പൊ ഭാര്യയ്ക്കൊരു സംശയം, നിങ്ങളുടെ ഫോട്ടോ ഒക്കെ കൊണ്ടു നടക്കുന്നില്ല, എങ്ങനെ എന്നെ ചീത്ത പറയുകയും എന്നെ അംഗീകരിക്കാതിരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന നിങ്ങൾ എന്താ എന്റെ ഫോട്ടോ കൊണ്ടു നടക്കുന്നത്? അപ്പൊ നിർബന്ധിച്ച് ചോദിച്ചപ്പോ ഭർത്താവ് പറഞ്ഞു, അത് എന്നെ സ്നേഹിച്ചിട്ടൊന്നുമല്ല, മറിച്ച് എന്താ പറയുക, ജീവിതത്തിൽ എനിക്ക് വല്ല പ്രശ്നങ്ങളും വരുമ്പോ, വലിയ പ്രതിസന്ധികൾ വരുമ്പോ ഞാൻ ആ കീച്ചേന്ന് ആ ഫോട്ടോ എടുത്തൊന്ന് ഞാൻ നോക്കും, എന്നിട്ട് ഞാൻ പറയും ഇതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി എനിക്ക് എന്താ ഉള്ളത്, ഈ പ്രതിസന്ധി സഹിച്ചവനല്ലേ ഞാന്, ഈ പ്രതിസന്ധി കൊണ്ടു നടക്കുന്നവനാണല്ലോ ഞാന്, ഇനി ഇതിനേക്കാൾ വലിയ എന്ത് പ്രതിസന്ധി ആയിരിക്കുള്ളത്, അപ്പോൾ എനിക്ക് ഈ പ്രശ്നം ലഘുവായി തീരും, അതിനു വേണ്ടി കൊണ്ടു നടക്കുകയാണ് എന്നാണ്. അപ്പൊ പ്രശ്നം എന്താണ്? ഇത് കൊണ്ടു നടക്കുന്നുണ്ട്, എന്തിനാ കൊണ്ടു നടക്കുന്നത്? അവിടെയാണ് മതം. മലയാളത്തിലെ കവി ചോദിച്ചല്ലോ, രണ്ട് തുട്ടേകിയാൽ ചുണ്ടിൽ ചിരി വരും, തെണ്ടിയല്ലേ മതം തീർത്ത ദൈവം, കഷ്ടം മതങ്ങളെ നിങ്ങൾ തൻ ദൈവങ്ങൾ, നട്ടല്ലൊടിഞ്ഞാണ് ബുംസകൾ എന്ന് പാട്ടുപാടിയത്. പട്ടിണി കൊണ്ട് മരിച്ചുപോയൊരു മനുഷ്യന്റെ ശവദാഹ കർമ്മത്തിന് അരി ചോദിച്ചപ്പോഴാണ് ആ മനുഷ്യൻ അരിയില്ലാത്ത കഷ്ടപ്പാട് കൊണ്ടാണ് മരിച്ചുപോയത്. പക്ഷേ മതപുരോഹിതന്മാർ വന്നിട്ട് ശവദാഹ കർമ്മത്തിന് അരി വെക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് കവി ഗർജിക്കുന്നത്. അരി ഉണ്ടായിരുന്നുവെങ്കിൽ ഇയാൾ മരിക്കുമായിരുന്നില്ല എന്നാണ് ചിത്രം. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ആചാരങ്ങളിൽ ഒതുങ്ങുന്ന മതമായി മാറുന്നു ആളുകൾക്ക്. നോക്കൂ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടുന്ന മേഖലകളിൽ മതം ഒരു സംസ്കാരമായി രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ഇന്ന് ആലോചിക്കേണ്ടുന്ന ഒരു പ്രശ്നം. ഞാൻ ജോലി ചെയ്യുന്ന എന്റെ സ്ഥാപനത്തിലെ ആളുകൾക്ക് അയാളൊരു മുസൽമാനാണ് എന്നെന്റെ പ്രവർത്തനം കൊണ്ട് അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ നമസ്കരിക്കുന്നുണ്ടാവാം, ഞാൻ ഒഴിവുവേളകൾ മതരംഗത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ടാവാം, പക്ഷെ എന്റെ ജീവിത വ്യവഹാരങ്ങൾ കണ്ടുകൊണ്ട് ആളുകൾക്ക് അതൊരു മുസ്ലിമാണ് എന്ന് പറയാൻ കഴിയുമായിരുന്നുവോ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നബിയുടെ വേഷവിധാനവും നബിയുടെ താടിയും കണ്ടിട്ട് ഒരു മനുഷ്യൻ ഇസ്ലാമിക്ക് വന്നിട്ടില്ല. റസൂലുള്ളാഹിയുടെ ഡ്രസ്സ് കണ്ടിട്ടല്ല മനുഷ്യന്മാർ ഇസ്ലാമിലേക്ക് വന്നത്, റസൂലുള്ളാഹിയുടെ ജീവിതം കണ്ടിട്ടാണ്. ആ ജീവിതം എന്താണ്? അടുത്തറിയുന്ന ആളുകൾക്ക് നബിയുടെ ജീവിതം അറിയുകയും അംഗീകരിക്കുകയും ചെയ്യാനുള്ള ആ ശക്തി, അത് ജീവിതത്തിലെ തെളിച്ചമായിരുന്നു. ഇന്നിപ്പോ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽപ്പെടുന്ന കാര്യങ്ങള്, ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും എല്ലാറ്റിന്റെ പിന്നിലും മനുഷ്യൻ സാമ്പത്തികതയാണ് ലക്ഷ്യം വെക്കുന്നത്. പണമാണ് മനുഷ്യനും മാനദണ്ഡവും മാന്യതയും തീരുമാനിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യഅ്തി അലന്നാസി സമാനുൻ, ലോകത്തിലൊരു കാലഘട്ടം വരാനുണ്ട്, ഹിമ്മത്തുഹും ബുതൂലുഹും, അന്ന് അവരുടെ ലക്ഷ്യം അവരുടെ വയറുകളായിരിക്കും, വഖിബ്ലത്തുഹും നിസാഉഹും, അന്ന് അവരുടെ കിബ്ല സ്ത്രീകളായിരിക്കും. എന്നിങ്ങനെ എണ്ണി ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലുള്ള ശറഫുഹും മത്താഉഹും, എമ്പാടും വിഭവങ്ങളുള്ളവയാണ് മാന്യനായി മാറുന്നത്. എമ്പാടും ഭൗതിക വിഭവങ്ങൾ ശേഖരിച്ച വ്യക്തിക്ക് മാന്യത നൽകുന്ന ഒരു കാലഘട്ടം വരും. അവിടെ തഖ്വയ്ക്കോ ജീവിത വിശുദ്ധിക്കോ ഇല്ല. എന്നാൽ പണമാണ് ആളുകളുടെ അടിസ്ഥാന പ്രശ്നം. പണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്റെ വരുമാനം എത്രയാണ് എന്ന് നോക്കിയിട്ടാണ് എന്റെ ജീവിതം ക്രമീകരിക്കുക. അതിൽ നിന്ന് വല്ലതും 1000 2000 മിച്ചം വെച്ച് ഒരു ജീവിത ബജറ്റ് പാകപ്പെടുത്തിയെടുക്കുമായിരുന്നു. ഇന്ന് ജീവിതത്തിനനുസരിച്ച് വരുമാനമുണ്ടാക്കലാണ്. അത് എങ്ങനെയും വരുമാനമുണ്ടാക്കുക എന്നുള്ളതാണ്. തമാശയായി പറയാറുണ്ട്, മകന് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് മകനും അച്ഛനും കൂടി പോയി നടന്നു. അങ്ങനെ പെണ്ണ് വീട്ടിൽ ചെന്നു. പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച അത്ര സ്ത്രീധനം തരാനെന്നെ കൊണ്ട് കഴിയില്ല, എന്നാൽ എന്റെ മകളെ കെട്ടിച്ചു പോകണല്ലോ.
കാരണം എന്റെ മകൾ ഇവിടുന്ന് ഇറങ്ങി കിട്ടുക എന്നുള്ള എന്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ 2 ലക്ഷം രൂപ സ്ത്രീധനമായി തരും. അപ്പൊ ഈ വരന്റെ അച്ഛനാകെ ബേജാറായിപ്പോയി. കാരണം 2 മൂപ്പരെന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. മാക്സിമം 1 ലക്ഷം ഉറുപ്പൊക്കെ കിട്ടുന്ന കണക്കൂട്ടി. അപ്പോഴാണ് പെണ്ണിന്റെ അച്ഛൻ 2 ലക്ഷം തരാൻ ഇങ്ങോട്ട് പറയുന്നത്. പക്ഷെ അച്ഛൻ പറഞ്ഞു, ഞാൻ 2 ലക്ഷം തരുന്നതിനോട് കഴിഞ്ഞിട്ടല്ല, 2 ലക്ഷം തരാൻ കഴിവുള്ളതുകൊണ്ട് തരില്ല. എന്റെ മകളുടെ കാലിലൊരു മന്തിന്റെ അസുഖമുണ്ട്. അപ്പൊ വരുന്നോലൊക്കെ ഇതും പറഞ്ഞ് തെറ്റിപ്പോവാണ്. ആ മന്തിന്റെ അസുഖം ഉള്ളതുകൊണ്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും കെട്ടട്ടെ എന്ന് 2 ലക്ഷം തരുന്നത്. അപ്പോ ഇവരാകെ തഹയ്യറായി. 2 ലക്ഷം എന്ന് കേട്ടപ്പോ ആകെപ്പാടെ ബേജാറായിപ്പോയി. ഇയാൾ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഇഷ്ടായില്ലേ, എന്തെങ്കിലൊന്നും മിണ്ടാത്ത്? അപ്പോ മകന്റെ അല്ലെങ്കിൽ വരന്റെ അച്ഛൻ പറഞ്ഞു, ഞാനല്ലല്ലോ പറയേണ്ടത്, മകനല്ലേ. ഓനാണ് ഇപ്പൊ ഈ മന്തുള്ളതുകൊണ്ട് പ്രശ്നം ഉണ്ടോ ഇല്ലേ എന്ന് പറയേണ്ടത് മകനാണല്ലോ. അവൻ മകനോട് 2 കൂടി ചോദിച്ചല്ല, ഈ എന്റെ ഒന്നും മിണ്ടാത്തോന്ന് ചോദിച്ചു. ഇവന്റെ അച്ഛനും പെണ്ണിന്റെ അച്ഛനും കൂടി ചോദിച്ചല്ല, എനിക്കിപ്പോ അതൊന്നും വല്ല പ്രശ്നമുണ്ടോ? കാലിനൊരു മന്തിന്റെ പ്രശ്നമുണ്ട് എന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അവൻ മകൻ പറഞ്ഞു, അല്ല അച്ഛാ, ഒരു കാലിന് മന്തിലേന് തന്നെ 2 ലക്ഷം കിട്ടുമെങ്കിൽ 2 കാലിന് മന്തിലേനെ കെട്ടിക്കൂടെന്നാ, എന്നാ 4 ലക്ഷം കിട്ടൂലേ? നിങ്ങളെ നോക്കൂ, ഒരു കാലിന് മന്തിലേന് തന്നെ 2 ലക്ഷം തരാൻ ആളുണ്ടെങ്കിൽ 2 കാലിന് മന്തിലേനെ തരാൻ 4 ലക്ഷം കിട്ടൂലേ? മന്ത് എപ്പോഴും ഉണ്ടാവാലോ, നമ്മൾ കെട്ടിയിട്ടും മന്ത് ഉണ്ടാവാലോ. അപ്പൊ ഉണ്ടായി തന്നെ കെട്ടിക്കഴിഞ്ഞാൽ 4 ലക്ഷം. ഇതാണ് ഇപ്പോഴത്തെ ആവശ്യമത. പണമാണ് മനുഷ്യന്റെ മുമ്പിലുള്ള അജണ്ട. ആ പണം നേടിയെടുക്കാൻ മതം ആളുകൾക്ക് പ്രശ്നമേ അല്ല. അതാണല്ലോ ആലോചിച്ച് നോക്കൂ. അത് എങ്ങനെയും പണം ഉണ്ടാക്കിയിട്ട് ആ പണം പിന്നെ തെളിയിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സാംസ്കാരിക സ്ഥാപനങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളിലേക്ക് സംഭാവന കൊടുത്തിട്ടോ അവൻ ഇമേജ് നേടിയെടുക്കുകയാണ്. ഇതാണ് മതം എന്ന് പറയുന്ന ഒരവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ ആളുകളോട് ചോദിക്കും, നിങ്ങൾ എന്താ ഇപ്പൊ അങ്ങനെ? അതിപ്പോ എല്ലാരും കൂടി പറഞ്ഞപ്പോ അത് അങ്ങനെ വലുതായി പോയി. വീടെന്റെ